Good morning, all. Good morning, Miss. Good morning, Miss. Morning. എല്ലാവരും ഓണം അടുത്തതിന്റെയൊക്കെ ഹാപ്പിയിലായിരിക്കും അല്ലേ? ഓണം നമുക്ക് വെള്ളിയാഴ്ച ചെറുതായിട്ടൊക്കെ ആഘോഷിക്കാം കേട്ടോ. അതായത് നെക്സ്റ്റ് ഡേ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ഇരിക്കാം. നെക്സ്റ്റ് ഡേയില് നമുക്ക് ഓണം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യല്ലേ? ക്ലാസ് റൂമില് വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും നിങ്ങൾക്കും ഒന്ന് ആഘോഷിക്കാവുന്നുണ്ടാവല്ലേ? എല്ലാവരും ക്ലാസ്സുകളിൽ അല്ലേ? നമ്മുടെ ക്ലാസ്സും ഒരു ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും അതിൻ്റെതായ രീതിയിൽ ചെറുതായിട്ട് ആഘോഷിക്കണ്ടേ? വേണോ? ആഘോഷിക്കണം. ചെറിയ രീതിയിലൊക്കെ എന്തായാലും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാവും അല്ലെ? ചെറിയ രീതിയിലൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് ഡേയില് എന്തായാലും ഏത് അവറാണോ സെക്കൻഡ് അവർ അല്ലെ നിങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് പറ്റും. അതായത് 11:30 to 12:30 ഉള്ള അവർ. ഏത് ബസ്സിന്റെ ക്ലാസ്സാ നെക്സ്റ്റ് ഡേയില്? 11:30 to 12:30 വരെയുള്ളത് ഏത് ബസ്സിന്റെ ക്ലാസ്സാ? അറിയില്ല. സാധാരണ രീതിയില് ഫ്രൈഡേ 11:30 മാറി മാറി വരുന്ന കാരണം ഓർമ്മയിലില്ലാന്ന് തോന്നുന്നു അല്ലെ? അപ്പോ നമുക്ക് ആദ്യത്തെ അവറോ സെക്കൻഡ് അവറോ നെക്സ്റ്റ് ഡേയില് ആഘോഷിക്കാവുന്നതാണ്. സോ നിങ്ങൾ എല്ലാവരും പരസ്പരം എല്ലാവരും ഒക്കെ ഡിസ്കസ് ചെയ്ത് ചെറിയ ചെറിയ പ്രോഗ്രാംസ് ഒക്കെ സെറ്റ് ചെയ്യുക. പാട്ടൊക്കെ പാടാനായിട്ട് കഴിവുന്നവർക്കൊക്കെ അത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ എടുക്കുന്നതായിരിക്കും. ഓക്കെ, ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടാവില്ലേ എല്ലാവർക്കും? ഇതും ഒരു ക്ലാസ് റൂം ആണ് അല്ലെ? വിവിധ ഡിസ്ട്രിക്റ്റിൽ ഇരുന്ന് നമ്മള് പരസ്പരം ഒന്നിച്ചിരുന്ന് നല്ല രീതിയിൽ ഒന്നിച്ച് വരുന്ന ക്ലാസ് മുന്നോട്ട് പോകുന്ന ഒരു ക്ലാസ് ആണ്. സോ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വരില്ല. ഓക്കെ ഓക്കെ അല്ലേ? എല്ലാവരും ഇറങ്ങില്ലേ? ഇപ്പോ തയ്യാറാവാം. അതുപോലെ തന്നെ കോൺവെക്കേഷൻ ടൈമിലൊക്കെ നമുക്ക് അടിച്ചു വിളിക്കാനൊക്കെ ആയിട്ടുള്ള അവസരങ്ങളുണ്ടാവും. അപ്പൊ ചെറിയ ചെറിയ ഈ ഒരു പ്ലാറ്റ്ഫോം ഒക്കെ നിങ്ങൾ ചെറുതായിട്ടൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. കോൺവെക്കേഷൻ ടൈമിലൊക്കെ കുറച്ചുകൂടി നമുക്ക് എഫക്റ്റീവായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഓക്കെ, ഇതിപ്പോ നമ്മള് അകലങ്ങളിൽ ഇരുന്നിട്ടാണ് ആഘോഷിക്കുന്നതെങ്കിൽ കോൺവെക്കേഷൻ ടൈമില് നമ്മൾ എല്ലാവരും ഒന്നിച്ച് നേരിൽ കണ്ടുകൊണ്ടാണ് ആഘോഷിക്കുന്നത് അല്ലെ? അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ 2 ചാപ്റ്റേഴ്സ് ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്ത് പോയി. ഓക്കെ, ആരെങ്കിലൊക്കെ വായിച്ചു നോക്കിയോ? 2 ചാപ്റ്റേഴ്സ് കവർ ചെയ്തില്ലേ? നെക്സ്റ്റ് നമ്മുടെ ചാപ്റ്റർ ഏതാ? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് അല്ലേ? നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യാലോ? Okay. പേജ് നമ്പർ അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മെയിൻ്റനൻസ് ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മള് പഠിച്ചു പോയത്? നമുക്കറിയാം, എല്ലാ സ്ഥാപനങ്ങളെ പോലെയല്ല ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം അല്ലെ? അറ്റകുറ്റപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രോപ്പർ ടൈമിന് തന്നെ അത് അല്ലെ കൃത്യമായിട്ട് നിർവഹിച്ചു പോകണം, പരിഹരിച്ചു പോകണം. ഇത് അറ്റകുറ്റപ്പണിയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിന്റെ മെയിൻ്റനൻസ് കാര്യം ആയിക്കോട്ടെ, എക്യുപ്മെന്റിന്റെ മെയിൻ്റനൻസ് കാര്യം ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്കറിയാം അത് കറക്റ്റ് അതിന്റെ സമയത്തിൽ തന്നെ അല്ലെ? എപ്പോഴാണോ അത് നോട്ടീസബിൾ ആകേണ്ടത് നമുക്കറിയാം. അത് വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ തീർച്ചയായിട്ടും എടുക്കേണ്ടതാണ്.
ദെൻ ഇൻ കേസ് അത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ പരിഹരിച്ച് കൊടുക്കേണ്ടതാണ് അല്ലെ. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് മറ്റ് സ്ഥാപനങ്ങളിൽ എന്താ പ്രത്യേകത? മറ്റ് സ്ഥാപനങ്ങളിലാണെങ്കിൽ കുറച്ച് ഡിലേ ആയാലും വലിയ പ്രശ്നമില്ല. അതേസമയം ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്കറിയാം അൺവെൽ ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെ പേഷ്യൻസ് ഒക്കെയാണ് അവിടെ ശുശ്രൂഷ കാര്യങ്ങൾക്കൊക്കെ വരുന്നത്. സോ അവിടെ കൃത്യമായിട്ട് അറ്റ് എ ടൈമില് യാതൊരു തടസ്സവും ഇല്ലാതെ തന്നെ സേവനം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലെ. അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ആ പേഷ്യൻസിന് വളരെയധികം എഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ പ്രോപ്പർ ആയിട്ട് തന്നെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നിർവഹിച്ചു പോകേണ്ടത് ആവശ്യമാണ്. സോ അതുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് വളരെ കരുതലോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യും. ഓക്കെ, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് അതല്ലേ? നിങ്ങൾക്കറിയാം മെയിൻ്റനൻസ് ഉണ്ട് അല്ലെ. മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ വീടുകളിൽ മെയിൻ്റനൻസ് ഉണ്ട്, സ്കൂളുകളുണ്ട്, ബിൽഡിങ്ങുകൾ, എവിടെയും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് കറക്റ്റ് ആയിട്ട് എന്തായാലും വരാനായിട്ടുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. പക്ഷെ ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് കാര്യങ്ങൾ അതിലൊരിക്കലും ഡിലേ വരാൻ പാടില്ല. മെയിൻ്റനൻസ് വരുന്നതിന് മുമ്പ് തന്നെ അത് മനസ്സിലാക്കാനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. സോ അതിനനുസരിച്ചിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് അതിൽ നടപ്പാക്കി പോയാൽ മാത്രമാണ് നല്ല രീതിയിൽ മെയിൻ്റനൻസ് കാര്യങ്ങൾ നിർവഹിച്ചു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അത് അത്രയും ഇന്നലെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ കേരള സൈക്കിളിൽ വിടാൻ പാടില്ലാത്തതാണ് എന്ന് പറഞ്ഞു. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ പ്രോപ്പർ ആയിട്ട് അറ്റൻഷൻ കൊടുക്കണം എന്ന് പറയാൻ കാരണം അത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു മേഖല ആയതുകൊണ്ടാണ് അല്ലെ. ഒരു സാധാരണ വ്യവസായ സ്ഥാപനങ്ങൾ പോലെയല്ല ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിൽ അവിടെ കൃത്യമായിട്ട് തന്നെ ടൈം ടു ടൈമില് കാര്യങ്ങൾ നിർവഹിച്ചു പോകണം. ഓക്കെ, ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഇത് നമ്മൾ വീണ്ടും വായിച്ച് പഠിക്കുന്നതിനേക്കാളും ബെറ്റർ ക്വസ്റ്റ്യൻസിലൂടെ റിവിഷൻ ചെയ്ത് പോകുമ്പോഴായിരിക്കും ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. നോക്കാം, വൈ ഇസ് പ്രോപ്പർ അറ്റൻഷൻ ടു ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് കൺസിഡേർഡ് ക്രിട്ടിക്കൽ? ഓക്കെ, എന്തുകൊണ്ടാണ് പ്രോപ്പർ ആയിട്ട് അറ്റൻഷൻ വേണമെന്ന് പറയുന്നത് നോക്കാം. ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് ഇൻ മാർക്കറ്റിംഗ് ദ ഹോസ്പിറ്റൽ. Then because in a hospital context, equipment failure can be the line between life and death. Because it is the largest source of revenue for the hospital. Then because it keeps the maintenance staff busy. Direct option. നമ്മുടെ ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് വളരെ കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യണമെന്ന് പറയുന്നതിന്റെ കുറച്ച് ഓപ്ഷൻസ് ആണ് പറഞ്ഞത്. ഏതായിരിക്കും കറക്റ്റ് ഓപ്ഷൻ? ബിക്കോസ് ഇറ്റ് ഹെൽപ്പ് ഇൻ മാർക്കറ്റിംഗ് ദ ഹോസ്പിറ്റൽ. Then because in a hospital context, equipment failure can be the line between life and death. Then C because it is the largest source of revenue for the hospital. Then B because it keeps the maintenance staff busy. ഏതായിരിക്കും? നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ കറക്റ്റ് ആയിട്ട് പോകണം. കാരണം അവിടെ അൺവെൽ ആയിട്ടുള്ള പീപ്പിൾസ് ആണ് വരുന്നത്, അസുഖങ്ങളൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് ഒക്കെയാണ്. സോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് എന്ന് പറയുന്നത് പേഷ്യൻസിനെയാണ് കൂടുതലായിട്ട് ബാധിക്കുക അല്ലെ. ഇപ്പൊ എന്തെങ്കിലും എക്യുപ്മെന്റ് ഫെയിലർ ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ലൈഫ് ആൻഡ് ഡെത്ത്, അവിടെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ അവിടെ വളരെയധികം അല്ലെ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കാരണം മെയിൻ്റനൻസ് കാര്യങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് കൈകാര്യം ചെയ്യണം അല്ലെ. ഇപ്പൊ ഇൻ കേസ് ഡിഫിബ്രിലേറ്റർ മെഷീൻ അല്ലെങ്കിൽ ഡയൽതെർമി മെഷീൻ, അത് ബ്ലഡ് കൺട്രോൾ ചെയ്യുന്ന മെഷീനാണ് ഡയൽതെർമി അല്ലെ. അതേമാതിരി തന്നെ ഡിഫിബ്രിലേറ്റർ നമുക്കറിയാം CPR-ന്റെ എന്തെങ്കിലും ആവശ്യകത ഉണ്ടെങ്കിൽ അറ്റ മൊമെന്റിൽ കൊടുക്കേണ്ട ഒരു മെഷീന്റെ ഉപയോഗമാണ് അല്ലെ. ആ മെഷീനൊക്കെ നല്ല പ്രോപ്പർ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തണം, വർക്കിംഗ് കണ്ടീഷൻ ആയിട്ട് നിർത്തണം അല്ലെ. ഇൻ കേസ് ഹോസ്പിറ്റലിൽ ഡോക്ടർ പേഷ്യന്റിന് ആ സർവീസ് അവൈലബിൾ ആകാനായിട്ട് അല്ലെ അവിടെ ആ മെഷീന്റെ ഉപയോഗം വരുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഡിഫക്ട്സ് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മരണത്തിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് അവിടെ പ്രോപ്പർ അറ്റൻഷൻ വേണമെന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യന്റെ ആൻസറും ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What make a hospital building is a complex structure to maintain? Okay, options നോക്കാം. They are height and architectural design. They contain a complex mix of interacting part like diagnostic, pharmacy, and surgery hall. They are usually located in busy city center. They are only open during the day. എന്തുകൊണ്ടാണ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് ഒരു കോംപ്ലക്സ് അല്ലെ, ഒരു അതിസങ്കീർണമായിട്ടുള്ള
കാര്യങ്ങളൊക്കെ അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത്. അത് നമുക്കറിയാം ഹോസ്പിറ്റലിൽ പല കാര്യങ്ങളുണ്ട്. ഓക്കെ, ആണ് സെർട്ടൈൻ കോംപ്ലക്സ് മിക്സ് ഇന്റഗ്രേറ്റഡ് അല്ലെ, രോഗനിർണയവും ഫാർമസിയും സർജറിയും അങ്ങനെ പല കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അത് സങ്കീർണമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ കൈകാര്യം ചെയ്ത് പോകേണ്ടതുണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു ഓഫീസൊക്കെ ആണെങ്കിൽ അവിടെ ഒരു കാര്യം മാത്രമായിരിക്കും അല്ലെ, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റിന്റേതായിട്ടുള്ള കുറച്ച് കാര്യം മാത്രമായിരിക്കും. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഡിഫറെന്റ് പേഴ്സൺസ്, ഡിഫറെന്റ് പേഷ്യൻസിന് ഡിഫറെന്റ് ആയിട്ടുള്ള രോഗങ്ങള്, ഡിഫറെന്റ് ആയിട്ടുള്ള അസുഖങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് വേണം, അതിനുള്ള സൗകര്യങ്ങൾ അല്ലെ, അവിടെ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ എവിടെയാണെങ്കിലൊക്കെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഒരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണെന്ന് പറയുന്നത്. ഓക്കെ, വേറല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. Each unit within a hospital is subject to a unique set of strict operating procedure monitored by whom? Okay. തീർച്ചയായിട്ടും നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിർവഹിച്ചു പോകണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള ഒരു ചട്ടക്കൂടും ഉണ്ടായിരിക്കണം. ദെൻ അവിടെ കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് സ്കീമുകളൊക്കെ ഉണ്ടാവും അല്ലെ. നോക്കാം ഹോസ്പിറ്റൽ, അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓൺലി, പേഷ്യന്റ് ആൻഡ് their families, regulatory authorities, the maintenance team. Okay. Each unit within a hospital subject to unique set of strict operating procedure monitored by whom? ആരാണ് ഇതെല്ലാം മോണിറ്റർ ചെയ്ത് കൊണ്ടുപോകുന്നത്? നമുക്കറിയാം മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ട്. സോ അതിലും നമുക്കറിയാം ഈ ഡിപ്പാർട്ട്മെന്റിനെ മേൽനോട്ടം വഹിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ടാവും അല്ലെ, റെഗുലാരിറ്റി അല്ലെ, റെഗുലറോട്ടറി അതോറിറ്റീസ് ഉണ്ട്. സോ അതോറിറ്റി അധികാരമുള്ളവരെ തീർച്ചയായിട്ടും നമുക്കറിയാം ഇതിനെ കൺട്രോൾ ചെയ്തു പോകാം അല്ലെ, സൂപ്പർവൈസ് ചെയ്തു പോകാം. ഓക്കെ, നമുക്കറിയാം ഹോസ്പിറ്റൽ ആവുമ്പോൾ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അധികാരത്തിലുള്ള അല്ലെ, അവിടെ തീർച്ചയായിട്ടും നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് പവറുള്ളവരുടെ ഒരു അവരെ നിയന്ത്രിക്കുന്ന ഒരു മേലധികാരികളുണ്ട് അല്ലെ, അതോറിറ്റീസ് ഉണ്ട്. സോ അതാണ് അവിടെ പറയുന്നത് റെഗുലേറ്ററി അതോറിറ്റീസ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഓർത്ത് വെച്ചേക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is the major complexity of a maintenance team in the hospital? അവിടെ ഓപ്ഷൻ വെച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. അതായത് മേജർ ആയിട്ടുള്ള ഒരു പ്രത്യേകത കാണുകയാണെങ്കിൽ having too much free time, needing to keep the system running 24 hours while also performing a scheduled maintenance, then working only with the new state of the art equipment, then having a very small number of assets to manage. എന്താണ് അതിലൊരു സവിശേഷമായിട്ടുള്ള കാര്യം കാണാനായിട്ട് സാധിച്ചത്? മറ്റു ഓഫീസുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് സവിശേഷതയുണ്ട്? 24 hours അല്ലെ, നമുക്കറിയാം 7 ദിവസത്തില് 24 മണിക്കൂറും അല്ലെ, ആഴ്ചയിൽ എല്ലാ ദിവസവും പ്രവർത്തനത്തോടുകൂടി നിലനിൽക്കേണ്ട കാര്യമാണ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ. കാരണം നമുക്കറിയാം എപ്പോഴാണ് മെയിൻ്റെനൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ അവിടെ പ്രോപ്പറായിട്ട് കണ്ടെത്തിപ്പോകും. ഒരു റൂമിലായിരിക്കാം, ഒരു ചിലപ്പോൾ പ്ലംബിംഗ് വർക്ക് ആയിരിക്കാം, ചിലപ്പോൾ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ മെഷീൻ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. സോ അവിടെ എല്ലാം തന്നെ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, വായിച്ചു പറയുന്ന ഇൻകം ക്വസ്റ്റ്യൻസ് വഴി ആൻസർ ചെയ്യുന്നതായിരിക്കില്ലേ ഈ പാഠത്തില് എളുപ്പം അല്ലേ? നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ ആൻസറുകളൊക്കെ? താഴേക്ക് പോവാം. ഇവിടെയൊക്കെ നമ്മള് ജസ്റ്റ് മനസ്സിലാക്കി പോകുന്നുണ്ട്, നമ്മൾ പറഞ്ഞ പോയിന്റ്സുകളൊക്കെ പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം ഒരിക്കലും ഫെയിലിയർ ഒന്നും സംഭവിക്കാനായിട്ട് പാടില്ല. പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള വർക്കുകൾ ഉണ്ട് അല്ലെ. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് മിക്സ് ആണ്, കാരണം അതിലെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും നിർവഹിച്ചു പോകുന്നുണ്ട്. നമുക്കറിയാം ഇതൊരു 24 അല്ലെ ഓർഗനൈസിംഗ് മെയിൻ്റെനൻസ് വർക്ക് അറൗണ്ട് 24/7 സർവീസും വർക്കാവുന്നതാണ്. ദെൻ റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്, മോണിറ്റർ ബൈ ആരാണ് മോണിറ്റർ ചെയ്യുന്നത്? റെഗുലേറ്ററി അതോറിറ്റീസ് ആണ്. നമുക്ക് താഴേക്ക് നോക്കാം. Equipment like the electrical system must be shut down for maintenance. What must be arranged?
Then equipment like electrical systems must be shut down. For maintenance, what must be arranged? ഒരു എക്യുപ്മെന്റ് ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്തതായിട്ട്? ഓപ്ഷൻസ് നോക്കുക. എ ടെമ്പററി ക്ലോസ് ഓഫ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ, an alternative or a backup, then a notice to the local newspaper, a discount on a patient bills. എന്തായിരിക്കും? ഇവിടെ നോക്കാം. A temporary close or closure of the entire hospital, an alternative or a backup, a notice to the local newspaper, a discount on a patient bill. Okay. An equipment, when an equipment like the electrical system must be shut down for maintenance, what must be arranged? Arrange ചെയ്യേണ്ടത്? നോട്ടീസ് കൊടുക്കുകയും പേഷ്യന്റിന് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എക്യുപ്മെന്റ് അത് വർക്കിംഗ് അല്ല എങ്കിൽ ഒന്നുകൂടി പറയാം. When equipment like the electrical system must be shut down for maintenance, നമുക്കറിയാം മെയിൻ്റെനൻസിന് വേണ്ടിയിട്ടാണ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്. വാട്ട് മസ്റ്റ് ബി അറേഞ്ച്? അറ്റ് എ ടൈമിൽ എന്താണ് അറേഞ്ച് ചെയ്യേണ്ടത്? ഇത് അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഓപ്ഷൻസ് ഒന്നുകൂടെ പറയാം. A temporary closure of the entire hospital, an alternative or a backup, a notice to the local newspaper, a discount on patient bill. ഏതായിരിക്കും? ബി, ഓപ്ഷൻ ബി അല്ലെ? an alternative or a backup. നമ്മളൊരു ഓൾട്ടർനേറ്റീവ് അതിന് വേണ്ടിയിട്ട് സജ്ജീകരിക്കണം. വരില്ലേ? എന്തെങ്കിലും ഷട്ട് ഒരു എക്യുപ്മെന്റ് നമ്മൾ അതിനെന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അത് റിപ്പയർമെന്റിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് അല്ലെ, അതിന് പകരമായിട്ടുള്ള എക്യുപ്മെന്റ് അവിടെ സ്ഥാപിക്കണം. ശരിയല്ലേ? ഓക്കെ, ഓപ്ഷൻസ് വെച്ച് നമുക്ക് സാധാരണ രീതിയിൽ മനസ്സിലാക്കി എടുക്കാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണോ. പക്ഷെ ഓർത്ത് പോകും അല്ലെ? തീർച്ചയായിട്ടും പല രീതിയിൽ നമുക്കറിയാം. ഇത് കണ്ടുപിടിക്കാനായിട്ട് അലാം സെറ്റ് ചെയ്യാം, തന്നെ നമുക്കറിയാം. അതേപോലെ തന്നെ ഇതിന് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെ മാറ്റി സ്ഥാപിക്കേണ്ടതാണ് എങ്കിൽ അത് മാറ്റിയിട്ട് വേറെ ഒരെണ്ണം പകരം ഒരെണ്ണം വെച്ചിട്ട് കൈകാര്യം ചെയ്യാം. അങ്ങനെ പലതരത്തിലുള്ള ഒരു രീതികൾ അവലംബിച്ചിട്ട് പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് ആയിട്ട് അല്ലെ അവിടെ സ്മൂത്ത് ആയിട്ട് ഒരു യാതൊരു തരത്തിലുള്ള ഡിലേ സംഭവിക്കാതെ അല്ലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ നിർവഹിച്ചു കൊടുക്കും. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. വാട്ട് കൈൻഡ് ഓഫ് വർക്കിംഗ് ഷെഡ്യൂൾ ഡസ് ദ ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ടീം ലൈക്ലി നീഡ് ടു അഡോപ്റ്റ്? ഏതായിരിക്കും? വാട്ട് കൈൻഡ് ഓഫ് വർക്കിംഗ് ഷെഡ്യൂൾ ഡസ് ദ ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ടീം ലൈക്ലി നീഡ് ടു അഡോപ്റ്റ്? 24/7. Then which of the following is an example of a maintenance mistake with the implication? A television in a patient room is not working. A defibrillator does not power up when needed. Then the floor in a hallway is slightly dirty. Then the last option, none of these. Which of the following is an example? Maintenance mistake with a grave implication. A television കാര്യത്തിലാണോ കൂടുതൽ പ്രാധാന്യം? Television in a patient room is not working. A defibrillator does not have power of when needed. The floor in a hallway is slightly dirty. Then none of this. നമുക്കറിയാം ഇതെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യണം. പക്ഷെ മെയിൻ്റെനൻസ് ടീമിനെ നോക്കുമ്പോൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും അവർ കൈകാര്യം ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതായത് ഡെഫിബ്രിലേറ്റർ മെഷീൻ, അത് നമുക്കറിയാം. അത് വളരെയധികം അല്ലെ CPR കൊടുക്കേണ്ട ഒരു മെഷീനാണ്. പ്രധാനമായിട്ടും നമുക്ക് പേഷ്യൻസിന് കൃത്യമായിട്ട് പ്രോപ്പർ ആയിട്ട് കൊടുക്കേണ്ട സമയത്ത് വർക്കിംഗ് അല്ല എങ്കിൽ വലിയൊരു പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ടൊക്കെ നിർവഹിക്കുക. അതായത് പ്രയോറിറ്റി കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം, മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം എന്നുള്ളത് പ്രധാനപ്പെട്ട അവസ്ഥയാണ്. ഓക്കെ അല്ലേ? താഴേക്ക് നമ്മൾ നോക്കി പോവുകയാണെങ്കിൽ നമ്മൾ കണ്ടോ അല്ലെ, ഇവിടെ ഇംപ്ലിക്കേഷൻ മിസ്റ്റേക്ക് ഇമേജ് അല്ലെ. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഡിഫിബ്രിലേറ്റർ ഡസ് നോട്ട് പവർ അപ്പ് വെൻ നീഡഡ്. അത് ആവശ്യമുള്ള സമയത്ത് അതിൽ കറക്റ്റ് ആയിട്ട് പവർ കിട്ടിയില്ലെങ്കിൽ അത് വലിയ മിസ്റ്റേക്ക് ആണ്. ചെറിയ ചെറിയ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ട് ഡേർട്ടി ആയിട്ട് കിടക്കുകയാണെങ്കിൽ അത് അത്രയും എഫക്ട് ചെയ്യില്ല. പക്ഷെ അതേസമയം മെയിൻ്റെനൻസ് ടീമിന്റെ ഇതിൽ നോക്കുമ്പോൾ അവിടെ ഡിഫിബ്രിലേറ്റർ മെഷീൻ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന മെഷീൻസിൽ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും അത് മെയിൻ്റെനൻസ് ടീമിന്റെ തന്നെ ഡ്രോബാക്ക് ആണ് അല്ലെ. അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പറായിട്ട് നോക്കി അല്ലെ ഇടയ്ക്കൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആയിട്ട് ഉറപ്പ് വരുത്തി തന്നെയാണ് അത് സൂക്ഷിക്കേണ്ടത്. നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട്. ട്രാക്കിംഗ് പേഷ്യൻസ് വൈറ്റൽ സൈൻ ക്വാളിറ്റി ആൻഡ് ക്രിട്ടിക്കൽ സ്റ്റേജ് നമുക്കറിയാം. അവിടെ ക്രിട്ടിക്കൽ സ്റ്റേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അലാം ചെയ്യുന്നതനുസരിച്ച് അല്ലെ ആ അലാമിനൊക്കെ കൃത്യമായിട്ട് പ്രാധാന്യങ്ങളുണ്ട്. ഇമേജിംഗ് മെഷീൻസ് സഡൻലി സ്റ്റോപ്പ് വർക്കിംഗ്. നമ്മൾ പറഞ്ഞ മാതിരി MRI സ്കാനോ CT സ്കാനോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമില് മെഷീൻ പെട്ടെന്ന് നിന്ന് പോയി കഴിഞ്ഞാൽ അതൊക്കെ വലിയൊരു ഡ്രോബാക്ക് തന്നെയാണ് അല്ലെ. മെയിൻ്റെനൻസ് ടീമിന്റെ വലിയൊരു ഡ്രോബാക്ക് ആണ്. The assistant responsible for creating negative pressure movement does not do its job properly. അതേമാതിരി തന്നെ നമുക്കറിയാം ഡോക്ടേഴ്സിനൊക്കെ ആണെങ്കിൽ നല്ലൊരു വെളിച്ചവും വായുവും ഒക്കെ അവിടെ ഉണ്ടായിരിക്കണം. മതിയായ രീതിയിൽ അതെല്ലാം അവൈലബിൾ ആക്കേണ്ടത് മെയിൻ്റെനൻസ് ടീമിന്റെ ഉത്തരവാദിത്തമാണ്. ഇൻ കേസ് അതൊന്നും അവൈലബിൾ അല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് ആരുടെ ഡ്രോബാക്ക് ആയിട്ട് വരും? ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്രോബാക്ക് ആയിട്ട് വരും? ഏത് ഡിപ്പാർട്ട്മെന്റിന്റെയാണ്? മതിയായ വായുവും വെളിച്ചമൊക്കെ ഓപ്പറേഷൻ തിയേറ്ററിലൊന്നും അവൈലബിൾ ആക്കാൻ പറ്റിയില്ലെങ്കിൽ അതായത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കുറവ് കൊണ്ടാണ്, അപര്യാപ്തത കൊണ്ടാണ്? മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ അല്ലേ? ചെയ്ത് പോകാൻ പറ്റുന്നല്ലേ? കൺട്രോളിങ് മെയിൻ്റെനൻസ് കോസ്റ്റ്. തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പരിധി വരെ നമുക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. എങ്ങനെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്? നമ്മൾ അപ്പോ ക്ലാസ്സിലത്തെ ടൈമിൽ തന്നെ പറഞ്ഞു അല്ലെ. ഫുൾ തകരാറിലാവുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ സിംറ്റംസ് കാണിട്ടുണ്ട് അല്ലെ. ചെറിയ ചെറിയ തകരാറുകളൊക്കെ ശ്രദ്ധയപ്പെടാമെങ്കിൽ മറ്റേ ടൈമിൽ തന്നെ അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കാം. അതൊക്കെ റിപ്പയർ ചെയ്യണം. അതെല്ലാം നമുക്കറിയാം തകരാറിലാവുന്നതിന് മുമ്പ് തന്നെ അതിന്റെ ഒരു അലാം സൗണ്ട് ഒക്കെ അതിനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ ഇതിന് എന്തോ സംതിങ് റോങ് ഉണ്ട് എന്നുള്ള അലാം തന്നെ അവിടെ പ്രവർത്തിക്കുമ്പോൾ അതിന്റെ ആ ഒരു ശ്രദ്ധയിൽ തന്നെ നമുക്കത് പരിഹരിക്കാനൊക്കെ ആയിട്ട് സാധിക്കും. സോ അങ്ങനെ വരുമ്പോൾ കോസ്റ്റിനെ നമുക്ക് ഒരു പരിധി വരെ ലഘൂകരിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം ഒരു വലിയ മെഷീനൊക്കെ അല്ലെ ഭയങ്കര കോസ്റ്റ്ലി ഉള്ള മെഷീനൊക്കെ അത് മൊത്തത്തിൽ തകരാറായി കഴിഞ്ഞാൽ നമുക്കറിയാം അതിന് പകരം വേറെ ഒരെണ്ണം മാറ്റി സ്ഥാപിക്കേണ്ടി വരും. അതേസമയം ചെറിയ ചെറിയ റിക്വയർമെന്റ് ഒക്കെയാണ് നടത്തണമെങ്കിൽ അധികം ഫണ്ട് അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടതായിട്ട് വരും അല്ലെ. ശരിയല്ലേ? Question over. How is the maintenance management described in the terms of cost? As a major profit center, as a minor insignificant expense, as a major cost center that can spiral out of control, as a cost that is always fixed and predicted. Okay. എങ്ങനെയാണ് നമുക്ക് ഈ കോസ്റ്റിനെ നമുക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, വിവരിക്കാനായിട്ട് സാധിക്കും? അതായത് നമുക്കറിയാം ഒരു കൺട്രോൾ ചെയ്യാൻ പറ്റണം അല്ലെ. അതാണ് നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത്. മേജർ പ്രോഫിറ്റ് സെന്റർ നമുക്കറിയാം ഇത് ഒരുപാട് ലാഭം ഉണ്ടാക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടല്ല അല്ലെ. ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ സർവീസ് വിത്ത് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമുക്കറിയാം അവിടെ ചെറിയ ചെറിയ എക്സ്പെൻസ് അല്ലെ മൈനർ എക്സ്പെൻസ് ഒക്കെ എന്തായാലും ചെലവഴിക്കാനും നമുക്കറിയാം. ഒരു മെഷീൻ സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയും നാളുകൾക്ക് അതിൽ നിന്ന് നല്ല റിസൾട്ട് കിട്ടുമെന്നൊക്കെ ഓർത്തിട്ടായിരിക്കും. പക്ഷെ എങ്കിൽ കൂടി ഏതെങ്കിലും രീതിയിൽ അതിൽ നിന്ന് അതിന് ചിലപ്പോ കുറച്ച് ഫണ്ടൊക്കെ ചെലവഴിക്കേണ്ടതായിട്ട് വരും. എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അല്ലെ എന്തെങ്കിലും റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചെലവഴിക്കേണ്ടതായിട്ട് വരും. പക്ഷെ അതൊരു പരിധി വരെ നമുക്കറിയാം അതൊരു കൺട്രോൾ ചെയ്ത് നിലനിർത്താനാണ് അല്ലെ. മേജർ കോസ്റ്റ് സെന്റർ ദാറ്റ് ക്യാൻ സ്പൈറൽ ഔട്ട് ഓഫ് കൺട്രോൾ. നമ്മളെപ്പോഴും മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് അത് കൈകാര്യം ചെയ്ത് പോകുന്നത് ഈ കോസ്റ്റിനെ ഒരുപാട് ലഘൂകരിച്ചു കൊണ്ടുവരാനാണ് അല്ലെ. എല്ലാവരും ഒരു ബിൽഡിംഗ് ഇടിഞ്ഞുമ്പോൾ വീഴുന്നവരെ അതിനെ റിപ്പയർ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം വലിയ നഷ്ടമാണ് അല്ലെ. എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ അത് ഇടയ്ക്കിടയ്ക്കൊക്കെ സൂപ്പർവൈസ് ചെയ്ത് നിരീക്ഷിച്ചു കഴിഞ്ഞ് അത് നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കറിയാം അധികം ബേർഡൻ അവിടെ വരില്ല അല്ലെ. പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുണ്ട്. അപ്പൊ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നമ്മൾ ആൻസർ എന്താ പറയുന്നത്? ഹൗ ഈസ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് കോസ്റ്റ്? ആൻസർ എന്ന് പറയുന്നത് ആസ് എ മേജർ കോസ്റ്റ് സെന്റർ ദാറ്റ് ക്യാൻ സ്പൈറൽ ഔട്ട് ഓഫ് കൺട്രോൾ.
maintenance management is a major cost center and can spiral out of control. Okay. അതായത് ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നീക്കിയിരിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ ഇഷ്ടമൊന്നുമില്ലാതെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ സാധിക്കും. ദ ക്രിട്ടിക്കൽ നീഡ് ഫോർ ഹോസ്പിറ്റൽ ഫെസിലിറ്റി മെയിൻ്റനൻസ് ഇതൊക്കെയാണ് നമുക്കറിയാം. ഇതൊക്കെ ആവശ്യകതകൾ വേണം അല്ലെ? കൃത്യമായിട്ട് നമുക്കറിയാം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് കൃത്യമായിട്ടൊരു ആസൂത്രണം ഉണ്ടായിരിക്കും എല്ലാത്തിനെയും കുറിച്ചിട്ട് അല്ലെ? അവിടെ കൃത്യമായിട്ടുള്ള ഒരു കണക്കുകൂട്ടലും കാര്യങ്ങളൊക്കെ അതുമാതിരി തന്നെ വിലയിരുത്തലുകളും അല്ലെ എല്ലാത്തിനെയും മോണിറ്റർ ചെയ്ത് എല്ലാ ഭാഗത്തും കൃത്യമായിട്ട് തന്നെ വിലയിരുത്തൽ നടത്തിക്കൊണ്ട് പോകുമ്പോഴാണ് അവർക്ക് കൃത്യമായിട്ട് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു അധികം ചെലവില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു പ്ലാനിങ് വേണം. അതനുസരിച്ചിട്ടുള്ള അല്ലെ എല്ലാ കാര്യങ്ങളും അവിടെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. Patient complaint violation and assert downtime that is a challenge for hospital maintenance managers for decades. നമുക്കറിയാം നൂറ്റാണ്ടുകളോളം ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ അല്ലെ അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാൽ മാത്രമാണ് ഓക്കെ അതിന് എന്തെങ്കിലുമൊക്കെ പണിക്കുണ്ട്. ചിലപ്പോൾ ആണെങ്കിൽ ചില എക്യുപ്മെന്റിന്റെ സ്പെയർ പാർട്സ് പോലും ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ കിട്ടിയെന്ന് വരില്ല. സോ തീർച്ചയായിട്ടും നമ്മള് എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ഉണ്ടാവും അല്ലെ? അപ്പൊ ആ കിട്ടുന്ന നോളജിൽ നിന്ന് അല്ലെ എല്ലാത്തിനും ഇപ്പൊ നമുക്കറിയാം ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനെ കുറിച്ചിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ സേവ് ചെയ്ത് പോകാറുണ്ട്. സോ അതനുസരിച്ചിട്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, പലതരത്തിലും നമുക്കറിയാം എയർ കണ്ടീഷനും അതേമാത്രമല്ല ബംസും അല്ലെ എല്ലായിടത്തും നമുക്കറിയാം മെയിൻ്റനൻസ് ടീമിന്റെ ഒരു ആവശ്യകത വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ബെസ്റ്റ് പ്രാക്ടീസുകളാണ് ഇവിടെ പറയുന്നത്. അതായത് നല്ല രീതിയിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് അത് മുന്നോട്ട് പോകണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ പറയുന്നത് അപ്ലൈ പ്രൊയാക്റ്റീവ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് മെഷേഴ്സ്. പ്രൊയാക്റ്റീവ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് മെഷേഴ്സ് അവിടെ അവലംബിക്കാനായിട്ട് ശ്രമിക്കണം. അതായത് സജീവമായിട്ട് അല്ലെ അവിടെ നമുക്കറിയാം അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനും പ്രത്യേകമായിട്ട് നമുക്കറിയാം വളരെ മുൻകരുതലോട് കൂടിയിട്ട് പ്രീപെയർ അല്ലെ എന്താണ് നമ്മളിപ്പോ കേടാവുന്നതിന് മുമ്പ് തന്നെ അതിനെ പരിഹരിക്കാനായിട്ട് ശ്രമിക്കാം അല്ലെ? ഇന്ത്യയിലെ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ റിപ്പയർമെന്റ് കൊടുക്കുക അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേടാവാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. സോ അതിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് കേടുപാടുകൾ വരാതെ തന്നെ മെയിൻ്റനൻസ് ടീമിന് അവിടെയുള്ള എക്യുപ്മെന്റ്സും ബിൽഡിങ്സും എല്ലാം തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുമെന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ PDM ഒക്കെ ജസ്റ്റ് പഠിച്ചതാണ്. മെയിൻ്റനൻസ് അബ്രിവേഷൻ ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? ജസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോകാം. Which of the following is not listed as a major area starting governing the cost strategically? Okay. Which is the following is not listed as a major area to start lowering costs strategically? Energy management, inventory control, then proactive maintenance, reducing staff salary. കോസ്റ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം എല്ലാ കാര്യങ്ങളും ഇൻവെന്ററി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകണം എന്നുള്ളത് ആവശ്യമാണ്. ഇൻവെന്ററി എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അല്ലെ? പക്ഷെ അവിടെയൊന്നും നമുക്ക് പ്രധാനമായിട്ടും പറയാത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ഈ പറഞ്ഞ പ്രൊയാക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അതായത് സജീവമായിട്ട് ഈ സംഭവങ്ങളെല്ലാം ഈ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കേടുവരുന്നതിന് മുമ്പ് തന്നെ മുൻകരുതലുകൾ എടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ? അപ്പൊ ആ ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം കോസ്റ്റിന് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. എപ്പോഴും കേട് വരുന്ന അല്ലെ ഏത് സംഭവമാണെങ്കിലും അതെ നമ്മൾ അല്ലെ വീടുകളിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് ആണെങ്കിലും അതെ വീട് വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെ മെയിൻ്റെനൻസ് ചെയ്യണം. ചിലപ്പോൾ ഓയിലൊക്കെ നിർത്താനായിരിക്കാം അല്ലെ, ചിലപ്പോൾ ക്ലീൻ ചെയ്ത് കൈകാര്യം ചെയ്യാനായിരിക്കാം. സോ അങ്ങനെയൊക്കെ നമ്മൾ നിലനിർത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ കുറെ നീണ്ട കാലത്തേക്ക് നമ്മൾ അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് പ്രധാനമായിട്ടും പറയുന്നത്. വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല അല്ലെ, പക്ഷെ പേര് വന്നു കഴിയുമ്പോഴാണ് അയ്യോ അത് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു തോന്നല് വരുന്നത് അല്ലെ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണെന്നാണ് എടുത്ത് പറയുന്നത്.
Another question. What is the first best practice mentioned for managing expensive medical assets? Okay, first what is the first best practice mentioned for managing expensive medical assets? Hello, options apply proactive maintenance management measure. Then second one, wait for equipment to break down before fixing it. Then third one, replace all equipment every 2 years. Then fourth one, outsource all maintenance to the lowest bidder. Okay, what is the first best practice mentioned for managing expensive medical assets? The medical assets നല്ല രീതിയിൽ നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ടുള്ള ഫസ്റ്റ് പ്രാക്ടീസ് ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ആ ക്വസ്റ്റ്യൻസിൽ നമ്മൾ പഠിച്ചു പോയ കാര്യം തന്നെ അവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അവിടെ പറയുന്ന പല ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്താണ് വെയിറ്റ് ഫോർ എക്യുപ്മെന്റ് ബ്രേക്ക് ഡൗൺ, നമ്മൾ ബ്രേക്ക് ഡൗൺ ആവണേ വരെ വെയിറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കുക അല്ലെ, റീപ്ലേസ് ചെയ്ത മെഷീൻസ് ഒക്കെ റീപ്ലേസ് ചെയ്യുക. ഓക്കെ, നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതൊക്കെ ചെലവ് കൂടിയ കാര്യമാണ്. പക്ഷെ അതിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് ചെയ്താൽ എന്താണ് ഓപ്ഷനില് പ്രൊയാക്റ്റീവ് അല്ലെ, അപ്ലൈ പ്രൊയാക്റ്റീവ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് മെഷേഴ്സ്, മുൻകരുതൽ എടുക്കുക അല്ലെ. അവിടെ പ്രിക്കോഷണറി അല്ലെ, അവിടെ പ്രിക്കോഷണറി മെയിൻ്റെനൻസ് ഇതാണ് പ്രധാനമായിട്ട് നമുക്ക് എടുക്കുക. പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് സിംപ്ലസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് ഇസ് എ പ്രിക്കോഷണറി മെയിൻ്റെനൻസ് സ്ട്രാറ്റജി ഡീൽ ഫോർ ഹൈ റിസ്ക് അസറ്റ്. ഹൈ റിസ്ക് ഉള്ള അസറ്റിന് മുൻകരുതലുകളായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക. നമ്മൾ അതിൽ പ്രധാനമായിട്ടും പല മെത്തേഡ്സുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി, അതായത് വൈബ്രേഷനും അതല്ലെങ്കിൽ അലാം സൗണ്ടുകളൊക്കെ നമ്മൾ അതിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേടാവുന്നതിന് മുമ്പ് അലാം അടിക്കുകയോ അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുകയൊക്കെ തുടങ്ങും. സോ അറ്റ് എ ടൈമിൽ തന്നെ നമുക്ക് അതിന്റെ റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് നാളുകൾ കൂടി അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ അല്ലേ? PVM-ന്റെ അബ്രിവേഷൻ പറയുന്നുണ്ട് എന്താണ്? പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് അല്ലെ. അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതിന്റെ ഓപ്ഷൻസ് ഒക്കെ ജസ്റ്റ് നോക്കിയൊക്കെ. വാട്ട് ഈസ് പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ്? അതെന്താണ് പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. ഓപ്ഷൻസ് നോക്കാം. എ സ്ട്രാറ്റജി ദാറ്റ് പ്രൊഡക്റ്റ് വിത്ത് എക്യുപ്മെന്റ് വിൽ ബിക്കം ഒബ്സൊലേറ്റ്. Then second one പറയുന്നത് a precautionary strategy that monitors the real-time condition of equipment to predict failures. Then third option പറയുന്നത് a maintenance strategy based on fixed schedule regardless of equipment condition. Then fourth one none of this. Second one B ആണ് അല്ലേ. നമുക്കറിയാം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി അല്ലെ, മോണിറ്റർ റിയൽ ടൈം കണ്ടീഷൻ ഓഫ് എക്യുപ്മെന്റ് ടു പ്രൊഡക്റ്റ് ഫെയിലിയേഴ്സ്. എന്തെങ്കിലുമൊക്കെ ഫെയിലിയർ വരുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി പ്രവചിക്കുന്ന ഒരു രീതിയാണ്. അത് കൃത്യമായിട്ട് അലാം ചെയ്തു അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്തു നമുക്കത് മനസ്സിലാക്കി തരും. ഓക്കെ അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് ഓക്കെ ആണോ? ഓക്കെ, അതിലേക്ക് പോവാ. ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ് അല്ലെ. അവിടെ ഡിജിറ്റലൈസ് ചെയ്യാന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്കറിയാം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ അവിടെ CMMS ആപ്പ് വഴിയാണ് ഡിജിറ്റലൈസ് ചെയ്യാനായിട്ട് പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാത്തിനും ഒരു കണക്കും കാര്യങ്ങളും ഉണ്ടാവും അല്ലേ. ഉണ്ടാവില്ലേ? ഒരുപാട് എക്യുപ്മെന്റ്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുന്ന സ്ഥാപനമാണ് ഹോസ്പിറ്റല്. സോ അവിടെ എല്ലാവരും നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ ഡിജിറ്റലൈസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാനും എളുപ്പമാണ്. പിന്നെ യാതൊരു വിധത്തിലും അല്ലെ തട്ടും കാര്യങ്ങൾ ഒന്നും ഉണ്ടാവാതിരിക്കാൻ, ഡ്യൂപ്ലിക്കേഷൻ ഒന്നും അതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ വരാതിരിക്കാനായിട്ട് സാധ്യതയുമുണ്ട്. ഓക്കെ, ഇവിടെ കഴിഞ്ഞ നമ്മൾ പഠിച്ചു പോയ ക്വസ്റ്റ്യന്റെ ഒരു ചോദ്യം കൂടി വന്നിട്ട് നോക്കാം. ഹൗ ഡസ് ദ പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് മോണിറ്റർ ദ കണ്ടീഷൻ ഓഫ് എക്യുപ്മെന്റ്? എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് മോണിറ്റർ ചെയ്യുന്നത്? So method like the vibration analysis by asking the doctors for the opinion, by checking the manufacturer's website, through patient feedback forms. എങ്ങനെയാണ് പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് മോണിറ്റർ ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു അല്ലെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ വഴി നമുക്ക് മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞു. നമ്മുടെ ഓപ്ഷൻസ് പറയാം. ത്രൂ മെത്തേഡ്സ് ലൈക്ക് വൈബ്രേഷൻ അനാലിസിസ്. Then second option by asking the doctors for the opinion. Third by checking the manufacturer's website. Then fourth through patient feedback forms. Question: how does a predictive maintenance monitor the condition of the equipment?
ഇങ്ങനെയാണ് പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസിൽ നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പ് എടുക്കാന്നാ പറഞ്ഞത്? അലാം സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു ഒരു കാര്യം. വേറൊരു കാര്യം വൈബ്രേഷൻ അല്ലെ, വൈബ്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് എന്തൊക്കെയോ സംതിങ് റോങ് ആണെന്നുള്ളത് കാര്യം മുൻകൂട്ടി ഗ്രഹിക്കാനായിട്ട് സാധിക്കും അല്ലെ. വൈബ്രേഷൻ അപ്പൊ അനലൈസ് ചെയ്താൽ മതിയില്ലേ? അല്ലെങ്കിൽ പേഷ്യൻസ് പറയുമ്പോഴാണോ നമ്മളത് പരിഹരിക്കേണ്ടത്? അല്ല ഡോക്ടേഴ്സിന്റെ ഒപ്പീനിയൻ മാനിച്ചുകൊണ്ടാണോ നമ്മളത് പരിഹരിക്കേണ്ടത്? അല്ല അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കാം. പ്രൊഡക്റ്റീവ് മെയിൻ്റെനൻസ് മോണിറ്റർ ഏത് കണ്ടീഷനൊക്കെ ആണോ മെത്തേഡ് ലൈക്ക് വൈബ്രേഷൻ അനാലിസിസ്. ഓക്കെ, അല്ലെങ്കിൽ സൗണ്ട് അല്ലെ, സൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും, വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ നെക്സ്റ്റ് ഭാഗത്തേക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയി. ഡിജിറ്റലൈസ് ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് അസറ്റ് ട്രാക്കിംഗ് നമ്മൾ പറഞ്ഞു. എല്ലാ ഇൻവെന്ററീസും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ, അതുമായി ബന്ധപ്പെട്ട് നോക്കാം. ടു കൺട്രോൾ ലോജിസ്റ്റിക്കൽ പ്രോബ്ലംസ് ആൻഡ് സപ്ലൈ ചെയിൻ ബോട്ടിൽ നെക്സ്. Then and what should a hospital maintenance team do? Okay, എന്താണ് ഹോസ്പിറ്റൽ മെയിൻ്റെനൻസ് ചെയ്യേണ്ട കാര്യം അല്ലെ? Keep a large unmanaged stock of all spare parts. Then digitalize spare parts inventory management with the CMMS. Then order spare parts only after mission has a program. Option D എന്ന് പറയുന്നത് ഇതായിരിക്കും. Option B അല്ലെ, ഡിജിറ്റലൈസ് സ്പെയർ പാർട്സ് ഇൻവെന്ററി മാനേജ്മെന്റ് വിത്ത് CMMS. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ നല്ല രീതിയിൽ പറയാണ് അല്ലെ. ലോജിസ്റ്റിക് പ്രോബ്ലംസ് ആണെങ്കിലും, അതായത് നമുക്കറിയാം എവിടെ നിന്ന് ഇൻവെന്ററി സാധനങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെ സ്റ്റാർട്ട് ചെയ്തു, അവിടെ എന്താണ് നമുക്ക് കിട്ടിയത്, എല്ലാം നല്ല നമ്മൾ അതിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സോ അവിടെ കൃത്യമായിട്ട് തന്നെ അതിന്റെ ട്രാക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്രിയേറ്റിംഗ് ആൻ exhaustive asset register and using tool tracking software? That is the purpose of creating an exhaustive asset register and using tool tracking software. Is software like a usage എന്താണെന്നുള്ളതാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. To increase the amount of paperwork, to discourage theft, carelessness and prevent duplicate purchasing, to make it harder for technicians to find the tools made. Okay, option 1 കഴിഞ്ഞു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ, നമ്മൾ കണ്ടുപോയതാണ് തർക്കം കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് ഈ കൃത്യമായിട്ടുള്ള ഡിജിറ്റലൈസേഷൻ കൊണ്ട് സാധിക്കുമല്ലോ. ഓക്കെ, വേറല്ലേ സെക്കൻഡ് സ്റ്റെപ്പ്? യെസ്, താഴേക്ക് നോക്കാം. എന്താണ്? Prioritize asset with the direct impact on a patient well-being. Prioritize കൊടുക്കുക അല്ലെ. എന്ത് അസറ്റിലാണ്? നമുക്കറിയാം മെയിൻ്റെനൻസ് കാര്യങ്ങൾ ഒരുപാടുണ്ട്. പ്ലംബിംഗ് വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, എക്യുപ്മെന്റുമായി ബന്ധപ്പെട്ട വർക്ക്, ബിൽഡിംഗുമായി ബന്ധപ്പെട്ട വർക്ക്, അങ്ങനെ പലതരത്തിലുള്ള മെയിൻ്റെനൻസ് വർക്കുകൾ ഉണ്ടാവും. സോ പ്രയോറിറ്റീസ് കൊടുക്കേണ്ടത് ഏത് തരത്തിലുള്ള അസറ്റിനായിരിക്കും? ഏത് തരത്തിലുള്ള അസറ്റിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്? ഒരു പേഷ്യന്റിനാണെങ്കിൽ ജനറേറ്റർ പോലെയാണ്. യെസ്, ജനറേറ്റർ, ഡിഫിബ്രിലേറ്റർ, റൈറ്റ് തന്നെ. അങ്ങനെ ജീവൻ രക്ഷ അല്ലെ. നമുക്കറിയാം ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിനേക്ക് മുമ്പ് നമുക്കൊരു തരി അല്ലെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ അത് പിടിച്ചെടുത്താൽ. ഓക്കെ, അപ്പൊ പ്രയോറിറ്റൈസ് കൊടുക്കേണ്ട അസറ്റ് അല്ലെ പ്രധാനമായിട്ട്. അപ്പൊ അതാഴേക്ക് നമുക്ക് നോക്കാം. എന്താണ് അതിൽ പ്രധാനമായിട്ടൊക്കെ എടുത്തു പറയുന്നുണ്ട്? ജനറേറ്റർ, അതേപോലെ തന്നെ മത്സരത്തിലുള്ള എക്യുപ്മെന്റ്സ് അല്ലെ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്താണോ, എന്ത് കാര്യങ്ങളാണോ അതിന്റെ പ്രയോറിറ്റൈസ് കൊടുത്തിട്ട് അനസ്തേഷ്യ മെഷീൻ, സർജിക്കൽ ലേസർ മെഷീൻ, ഇൻഫന്റ് ഇൻക്യുബേറ്റർ അല്ലെ. അവിടെ തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ പ്രോപ്പർ ആയിട്ടുള്ള അറ്റൻഷൻ കൊടുക്കണം. കാരണം അതിനെന്തെങ്കിലുമൊക്കെ തകരാറ് വന്നാൽ ഉടനെ തന്നെ പരിഹരിക്കണം. നമുക്കറിയാം ഓപ്ഷൻ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ അത് എത്രയും പെട്ടെന്ന് സ്ഥാപിക്കണം. അത് മാത്രമല്ല ഈ എക്യുപ്മെന്റ്സിന്റെ തകരാറ് എളുപ്പം തന്നെ അവിടെ ക്രമീകരിക്കുകയും ചെയ്യണം. ഇത് റിപ്പയർ ചെയ്ത് തന്നെ സ്ഥാപിക്കുകയും ചെയ്യാം. സോ ആ ഒരു ഇമ്പോർട്ടൻസ് ആണ് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്ന പ്രയോറിറ്റൈസ് അസറ്റ് വിത്ത് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ പേഷ്യന്റ് വെൽബീയിങ്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. What is the purpose of creating an exhaustive asset register?
ഡിസ്കസ് ചെയ്തതാണ്. When prioritizing asset, which one should get more attention? ഏതിനാണ് കൂടുതൽ attention കൊടുക്കേണ്ടത്? Option: asset with the lowest replacement cost, asset with a direct impact on patient well-being like life support machine, then asset located in administrative offices, then wheelchairs and non-critical equipment. അവിടെ നമുക്കറിയാം വീൽചെയർ ഒക്കെ ആണെങ്കിലും അധികം നമുക്ക് അല്ലെ വേണ്ടാന്നല്ല, റിപ്പയർ ചെയ്യണം. പക്ഷെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം അസറ്റ് വിത്ത് ഡയറക്റ്റ് ഇമ്പാക്ട് ഓൺ പേഷ്യന്റ് വെൽ ബീയിങ് ലൈക്ക് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് അല്ലെ. ജീവനെ സപ്പോർട്ട് ചെയ്ത് നിലനിർത്തുന്നത് തന്നെ, ആ ജീവനെ നിലനിർത്തുന്നത് തന്നെ ആ മെഷീന്റെ സപ്പോർട്ടോട് കൂടിയിട്ടാണ്. സോ അങ്ങനെയുള്ള മെഷീൻസിനൊക്കെ പ്രാധാന്യമാണ്. അപ്പൊ അത്തരത്തില് വെൽബീയിങ് അല്ലെ, പേഷ്യന്റിന്റെ സുഗമമായ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ലൈഫ് ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എക്യുപ്മെന്റ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അത് വെച്ചിട്ട് എത്ര മെഷീൻസ്, ഏതെങ്കിലും ഓപ്ഷൻസ് ഇത്തരത്തിലുള്ള മെഷീൻസ് ഒക്കെ വന്ന 10 വെക്കുക. നമുക്ക് നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടക്ട് റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ് ആൻഡ് അസസ്മെന്റ്. അടുത്ത പോയിന്റ് ആയിട്ട് വരുന്നത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കണ്ടക്ട് റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ് ആൻഡ് അസസ്മെന്റ് അല്ലെ. വിലയിരുത്തൽ കാര്യമാണ്. കൃത്യമായുള്ള വിലയിരുത്തലൊക്കെ നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു പരിധിവരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും അല്ലെ. അവിടെ ക്രിയേറ്റീവ് പ്രൊയാക്റ്റീവ് മെയിൻ്റെനൻസ് വർക്ക് കൾച്ചർ അവിടെ നിലനിർത്തിക്കൊണ്ടുള്ള ആ സംസ്കാര രീതി അവിടെ ഉണ്ടാവണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മീറ്റ് ആൻഡ് എക്സീഡ് ദ എക്സ്പെക്ടേഷൻസ് ഓഫ് എക്സ്റ്റേണൽ ഓഡിറ്റർ. കീപ്പ് അല്ലെ, ഓഡിറ്റർ ഒക്കെ കൊണ്ടുവന്ന് നിരീക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയും ഇന്ന കാര്യങ്ങൾ കൂടി നമുക്ക് വേണ്ടു, ഓക്കെ ഇന്ന കാര്യങ്ങളുടെ ലഭ്യമുണ്ട്. സോ ഇതെല്ലാം പരിഹരിച്ചു പോകണം. തീർച്ചയായിട്ടും നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുമ്പോൾ നല്ല രീതിയിലുള്ള സേവനങ്ങൾ പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവും. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഇംപ്ലിമെന്റ് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ. ഓക്കെ, ഇത് വായിച്ചു പോകാൻ പറ്റുന്നില്ലേ? വായിച്ചു നോക്കിപ്പോണോ? എന്തെങ്കിലുമൊക്കെ നോട്ട് ചെയ്ത് പോകാനുണ്ടോ? ജസ്റ്റ് നോട്ട് ചെയ്ത് പോകാട്ടോ. ഞാനിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നുണ്ട് എന്ന് ഞാനൊന്ന് നോട്ട് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ചെയ്ത് പോകാനോ? ഒരു ചോദ്യം കൂടി നോക്കാം. അതായത് വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് കണ്ടക്ടിങ് റെഗുലർ ഇൻ ഹൗസ് ഓഡിറ്റ്സ് ആൻഡ് അസസ്മെന്റ്?
ജസ്റ്റ് പറഞ്ഞു നിർത്തിയതാണ്. എന്താണ് ഇറ്റ് ക്രിയേറ്റ്സ് ഓപ്ഷൻസ് നോക്കാം. ഇറ്റ് ക്രിയേറ്റ്സ് ക്രിയേറ്റീവ് reactive maintenance work culture. Then it makes it harder to track performance. Then it helps to meet and exceed the expectations of external auditors. Then it is a time-consuming process with no real benefits. Options here. Okay. അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കുറച്ച് പോയിന്റ്സ് തരുന്നുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. conduct regular in house audit and assessment. Okay, assessment നമുക്ക് കറക്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത് അല്ലെ. യാതൊരു തരത്തിലും നമുക്കറിയാം ഒരുപാട് ഡാമേജസ് ഒന്നും വരില്ല. എപ്പോഴും മുൻകരുതലായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകാൻ പറ്റും. ഇൻ കേസ് വല്ല ഇൻസ്പെക്ഷൻ ആരെങ്കിലും വന്നാൽ തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന് ആരും ദോഷം പറയില്ല അല്ലെ. കാരണം എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓഡിറ്റർ കൃത്യമായിട്ട് തന്നെ സജസ്റ്റ് ചെയ്യും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന്. സോ അതനുസരിച്ചിട്ട് തന്നെ വെൽബീയിങ് ആയിട്ട് അതായിട്ട് മെയിൻ്റനൻസ് ടീം ശ്രമിക്കുന്നതാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇംപ്ലിമെന്റ് കമ്പ്യൂട്ടറൈസ്ഡ് മെയിൻ്റനൻസ് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ അല്ലെ, CMMS. ഇതിന്റെ അബ്രിവേഷൻ ഒക്കെ എപ്പോഴും ചോദിച്ചു കാണാറുണ്ട്. CMMS സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്നുള്ളത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. What is the primary benefit of implementing a modern CMMS solution? The primary benefit. Okay, it increases the amount of manual paper work. Then it helps automate, organize, and streamline all maintenance-related activities. Then it is a standard alone solution that is not integrated with other systems. Then last one, it make it more difficult to track the maintenance cost. CMMS വഴിയായിട്ടുള്ള പ്രധാനപ്പെട്ട ഹെൽപ്പ് എന്താണെന്നുള്ളത് അല്ലേ. നമുക്ക് ഇത് ഇൻക്രീസ് എമൗണ്ട് ഓഫ് മാനുവൽ പേപ്പർ വർക്ക് അതൊരിക്കലല്ല അല്ലേ. ഇത് ഹെൽപ്പ് ഓട്ടോമാറ്റിക് ഓർഗനൈസ് ആൻഡ് സ്ട്രീംലൈൻ ഓൾ മെയിൻ്റനൻസ് റിലേറ്റഡ് ആക്ടിവിറ്റി. CMMS വഴി എന്താ പ്രത്യേകത? നമുക്കറിയാം എല്ലാ തരത്തിലുള്ള മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അല്ലെ സിസ്റ്റം വഴി നമ്മൾ അതിന് പകർന്നു കൊടുക്കുകയാണ് അല്ലെ. ഇപ്പൊ സിസ്റ്റത്തിന് ഏത് കാര്യമാണെങ്കിൽ സെർച്ച് ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഓക്കെ, ഇത് ഒരു എക്യുപ്മെന്റിന്റെ റിപ്പയർമെന്റ് ആവാം, ബിൽഡിങ്ങിന്റെ റിപ്പയർമെന്റ് ആവാം. സോ അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ആ സോഫ്റ്റ്വെയർ കൃത്യമായിട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് അതെല്ലാം തന്നെ ക്രിയേറ്റ് ചെയ്യാം. ദെൻ അങ്ങനെ വരുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇത് മേക്സ് എന്താണ്, it helps automate, organize and streamline all maintenance related activities. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ചിലപ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തും ഇന്ന പ്രശ്നങ്ങൾ അവിടെയുണ്ട് അല്ല, ഇന്ന ഡേറ്റ് വെച്ച് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റിമെമ്പർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ആക്റ്റീവായിട്ടായിട്ട് അത് കൃത്യമായിട്ട് തന്നെ അല്ലെ ചിലപ്പോൾ ആണെങ്കിൽ ബാലൻസിലൊക്കെ കറക്റ്റ് ആയിട്ട് അവിടെ പ്രകടിപ്പിച്ചിരിക്കും അല്ലെ. സോഫ്റ്റ്വെയറിന്റെ സഹായത്തോട് കൂടിയിട്ട് അതെടുത്ത് കാണിച്ചിരിക്കും. സോ നമുക്ക് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന കാര്യങ്ങൾ ഇന്ന ടൈമിൽ ചെയ്യേണ്ടതുണ്ട്, ഇന്ന ഡേറ്റിലാണ് കാർഡിയാക്ക് അല്ലെങ്കിൽ വിഭാഗത്തിലാണ്, ഇന്ന പ്ലേസിലാണ്, നല്ല കൃത്യമായിട്ട് തന്നെ അത് അല്ലെ ഒത്തിരി കൂടി നല്ല രീതിയിൽ കളർ കോഡിലൊക്കെ കൃത്യമായിട്ട് തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. സോ ആ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് നമുക്ക് മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇങ്ങനെ സാധിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം എല്ലാ കാര്യങ്ങളും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്. Computerized maintenance management software. താഴേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പോയിന്റ് കൂടെയുണ്ട്. അതായത് റിക്രൂട്ട് ട്രെയിൻ എ സ്കിൽഡ് മെയിൻ്റനൻസ് ടീം. ഓക്കെ, നമുക്ക് ഈ പറഞ്ഞ റിപ്പയർമെന്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ അത് ഓക്കെയാണ്. പക്ഷെ ഈ റിപ്പയർമെന്റ് ചെയ്യുന്ന ആള് അതും നല്ല ഒരു കാര്യമാണ് അല്ലെ. അത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചെയ്യുന്ന ആള് അല്ലെ ആ ഹ്യൂമൻ ബീയിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല യോഗ്യനായിട്ടുള്ള പേഴ്സൺ ആയിരിക്കും ആയിരിക്കണ്ടേ. കഴിവ് പറഞ്ഞൊരു പേഴ്സൺ ആണെങ്കിൽ ഈ പരിഹരിക്കലൊക്കെ വീണ്ടും വീണ്ടും എപ്പോഴും പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതും ഇമ്പോർട്ടന്റ്. ട്രെയിൻ സ്കിൽഡ് മെയിൻ്റനൻസ് ടീം. എപ്പോഴും നമുക്കറിയാം നല്ല കഴിവിട്ട് ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുള്ള എംപ്ലോയീസിനെയാണ് ഈ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അല്ലെ. ജസ്റ്റ് ഒന്ന് ഒരു ക്വസ്റ്റ്യൻ നോക്കാം.
but it can be avoided by investing time and effort to recruiting and building a competent maintenance workforce. That can be avoided. Okay. Option होगा the need for any maintenance software, a cost of operation headache, technical issues and regulatory fines, the need to pay competitive salaries, the requirement to follow safety guidelines. അതായത് ജോലി ഇതാണ് that can be avoided by investing time and effort into recruiting and building a competent maintenance workforce. നമ്മൾ ഈ പറഞ്ഞ വർക്ക്ഫോഴ്സ് നല്ല കഴിവുറ്റ എംപ്ലോയീസിനെയാണ് നമ്മൾ അവിടെ നിയമിക്കുന്നതെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവോയ്ഡ് ചെയ്ത് കിട്ടും? ഓക്കെ, റെഗുലേറ്ററി ഫൈൻസ് ഒക്കെ ഒഴിവാക്കി കിട്ടും അല്ലെ? കാരണം നമുക്കറിയാം അത് കൃത്യമായിട്ട് ഇൻസ്പെക്ഷനൊക്കെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടിയിട്ട് അല്ലെങ്കിൽ അവർ നേരെ തന്നെ പെനാൽറ്റീസ് ഫൈനൊക്കെ അടയ്ക്കാനായിട്ട് പറയും അല്ലെ? ഹോസ്പിറ്റലിനോട് ഇന്ന പെനാൽറ്റീസോ ഫൈനൊക്കെ അടയ്ക്കാൻ പറയും, ഇന്ന പ്രശ്നങ്ങൾ ഇന്ന രീതിയിൽ ആയിട്ടുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല, അവിടുത്തെ എക്യുപ്മെന്റ് കംപ്ലൈന്റ് ആണ്, ബിൽഡിംഗ് കംപ്ലൈന്റ് ആണ് അല്ലെ? അങ്ങനെ പ്രത്യേകമായിട്ടുള്ള കുറെ നൂലാമാലകളൊക്കെ വരും. സോ അതിനനുസരിച്ചുള്ള ഫൈനും കാര്യങ്ങളൊക്കെ ഈടാക്കണം നല്ലോണം. അതേസമയം നല്ലൊരു മെയിൻ്റെനൻസ് ടീമാണ് എങ്കിൽ അവരെല്ലാം അല്ലെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, മുൻകൂട്ടി എല്ലാം കരുതലോടുകൂടി കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇൻസ്പെക്ഷന് വന്നു കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള ഫൈനും കാര്യങ്ങളൊന്നും ഈടാക്കേണ്ടതായിട്ട് അങ്ങനെ ഫേസ് ചെയ്യേണ്ടതായിട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഓപ്പറേഷൻ ഹെഡേക്ക്. ഹെഡേക്കിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അത് നമുക്കറിയാം ഈ ഇതുകൾ വരാൻ ഈ തലവേദന വരാൻ കാരണം ഈ ഫൈനും കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടതായിട്ട് വരാൻ കാരണം ഇവർ പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകാനായിട്ടാണ്. സോ അവിടെ റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ല സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കൊണ്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെക്സ് ബെസ്റ്റ് പ്രാക്ടീസ് ഇംപ്രൂവ് ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ്, ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റെനൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള പ്രാക്ടീസ് നടപടിക്രമങ്ങളുണ്ട്. അതിന്റെ പ്രശ്നം നമ്മൾ കണ്ടു. ഡിജിറ്റലൈസ് ചെയ്യുക ഹോസ്പിറ്റൽ ബിൽഡിംഗ് അസറ്റ്, ഇൻവെന്ററീസ് ആൻഡ് ഫ്ലോർ പ്ലാൻസ് പറയുന്നത് നമുക്കറിയാം. അതെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു അല്ലെ ഡിജിറ്റലൈസ് ചെയ്യുക, എല്ലാത്തിനെയും ഒരു ഡിജിറ്റലൈസ് ചെയ്യുക. അതായത് ഫ്ലോർ ആണെങ്കിലും അല്ലെ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ലേബല് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇന്ന ബ്ലോക്കില് ഇന്ന ഫ്ലോറില് ഇന്ന റൂമില് എന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നോമൻക്ലേച്ചർ അല്ലെ നാമകരണ പ്രക്രിയകൾ കൃത്യമായിട്ട് കൊടുക്കുക. സോ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണ് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നില്ലെങ്കിൽ ഡിജിറ്റലൈസ് ചെയ്യുക, അതല്ലെങ്കിൽ നാമകരണങ്ങളൊക്കെ കൊടുക്കുക അല്ലെ കൃത്യമായിട്ടുള്ള നാമകരണങ്ങൾ. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ പറഞ്ഞ കൃത്യമായിട്ട് തന്നെ അവിടെ മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളതാണ്. നല്ല വർക്കേഴ്സിന് വന്ന പോയിന്റ്സ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഫൈനൽ കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ പ്ലാൻ ചെയ്യണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാത്തിനും കൃത്യമായിട്ടുള്ള ഇന്റീരിയർ എക്സ്റ്റീരിയർ വാൾസ്, ബിൽഡിംഗ് ഫീച്ചേഴ്സ്, പ്ലംബിംഗ് ഫീച്ചേഴ്സ് അല്ലെ എല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിനുള്ള നമ്പറിംഗ് കാര്യങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തൊക്കെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കറിയാം വലിയ കുഴപ്പമില്ലാതെ തന്നെ കൃത്യമായിട്ട് തന്നെ പരിഹാരം അല്ലെ പരിഹരിക്കൽ കാര്യങ്ങൾ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുള്ള സാധ്യത. Okay, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Essential part of a planning and implementing a hospital maintenance program is ക്വസ്റ്റ്യൻ നോക്കാം. This work estimation, data reliability, having outdated floor plans, then keeping asset inventories of proper. An essential part of a plan and implementing a hospital's maintenance program. ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള പാർട്ട് ഏതാണുള്ളത്? നമുക്കറിയാം എല്ലാ വസ്തുതകളും കൃത്യതയോട് കൂടിയിട്ട് കൊടുക്കണം അല്ലെ? റിലയബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസ് കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം അതിന്റെ ആൻസർ അല്ലെ അതിന്റെ പരിണത ഫലം എന്ന് പറയുന്നത് നമുക്കറിയാം മോശമായിട്ട് അല്ലെ? ഇപ്പോ എ ബ്ലോക്കില് ഇന്ന റൂമില് ഇന്ന ഒരു പ്ലംബിംഗ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷന്റെ ബേസിലായിരിക്കും പ്ലംബർ ആ വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ചിലപ്പോഴായിരിക്കും ആ ബ്ലോക്കിലുള്ള ആ നമ്പറിലുള്ള എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കൺഫ്യൂഷനായി പ്രശ്നമല്ലേ? അപ്പൊ റിലയബിലിറ്റി കാര്യങ്ങളുടെ വസ്തുത വളരെ വിശ്വസനീയമായിരിക്കും. സോ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
സ്റ്റാൻഡർഡൈസ്ഡ് യുവർ എക്യുപ്മെന്റ് ആൻഡ് ലൊക്കേഷൻ നോമൻക്ലേച്ചർ നാമകരണ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലൈക് വാലിയേഡ് ആയിട്ടുള്ള നല്ല വിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ബാർകോഡ് എക്യുപ്മെന്റ് എക്യുപ്മെന്റ്സിലൊക്കെ ആണെങ്കിൽ നമ്മൾ ബാർകോഡ് കൊടുക്കണം. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ റൂമിനാണെങ്കിലും അതേമാതിരി തന്നെ ഓരോ റൂമുകൾക്ക് ഞാൻ എക്യുപ്മെന്റ്സിന് അല്ലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇനീഷ്യല് പേരുകൾ ഉണ്ടാകുന്ന വിഷയത്തിൽ നമുക്കത് എളുപ്പത്തില് കാര്യങ്ങൾ ഗ്രഹിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഒന്ന് രണ്ട് പോയിന്റ്സ് കൂടി ഉള്ളൂ. നെക്സ്റ്റ് ടൈമിൽ നമുക്ക് ബാലൻസ് റിവൈസ് ചെയ്യാം. ഭാഗമുള്ളൂ. ഓക്കെ, വായിച്ചിട്ട് വരില്ലേ? 10 ദിവസം വായിച്ചിട്ട് വരാൻ തന്നെ ശ്രമിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ ഓക്കെ, ഓഗസ്റ്റ് നാളെ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യാം. ഓക്കെ, എല്ലാവരും തന്നെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് പ്രോഗ്രാം ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് കാണാം. നാളെ നിങ്ങൾ ആഘോഷമായിട്ടൊക്കെ സെലിബ്രേഷൻ. ഓക്കെ, താങ്ക് യു.